ശരണമേ സുസ്തി. പാവായിട്ട് പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നീക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്യാമാതാവേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനുമായ സർവേശ്വര, ഭാഗ്യതയ മരത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം തന്നെ നിശ്ചയിച്ചല്ലോ. ആദ്യമാതോട് സന്തോഷിക്കാനുള്ള അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷ ജീവിതത്തിലുള്ള സകലാവത്തിൽ നിത്യവരെ രക്ഷിക്കൂടാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെ വിശ്വസിച്ചത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരണമേ. ആമേൻ. എത്രയും ദൈവ മാതാവേ, സങ്കേതത്തിൽ ഓടി വന്ന് എന്റെ സഹായം തേടി നിന്റെ ലോകത്തേക്കൽക്കപ്പെട്ടില്ല എന്ന് നിന്നിച്ചൊല്ലണമേ. കന്യകൾ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവി, വിശ്വാസം ധൈര്യപ്പെട്ട നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട കണ്ണുനീർ ചിന്തി ഭാവിയെ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് എന്റെ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വനത്തിൽ മാതാവി, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. വിശ്വ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹാ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയപരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീമിനെ നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന് തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ സ്തുതിയായിരിക്കട്ടെ. മുള്ളുകൾക്കിടയിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ മുൾമുടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരൻ ചിത്തത്തിൻ മുറിവുകൾ ഓരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. മുള്ളുകൾക്കിടയിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ മുൾമുടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരൻ ചിത്തത്തിൻ മുറിവുകൾ ഓരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. മാലാഖമാർ പാടി രക്ഷകൻ കർത്താവ്, എൻ ഹൃത്തിൽ ഞാനും ഏറ്റുപാടി. മാലാഖമാർ പാടി രക്ഷകൻ കർത്താവ്, എൻ ഹൃത്തിൽ ഞാനും ഏറ്റുപാടി. കുരിശിൽ മരിച്ചവൻ രക്ഷകനായി തീർന്നവൻ, കുരിശിൽ മരിച്ചവൻ രക്ഷകനായി തീർന്നവൻ, ഉത്ഥാനം ചെയ്തവൻ കർത്താവായി സ്വർഗമഹത്വത്തിൽ ചേർക്കുവാൻ എന്നെയും നിന്നാത്മാവിനെ നൽകി ധന്യമാക്കണേ. സ്വർഗമഹത്വത്തിൽ ചേർക്കുവാൻ എന്നെയും നിന്നാത്മാവിനെ നൽകി ധന്യമാക്കണേ. മുള്ളുകൾക്കിടയിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ മുൾമുടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരൻ ചിത്തത്തിൻ മുറിവുകൾ ഓരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. ആമേൻ.
വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനം. എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. നാം അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്നും നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുവാൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയോടൊപ്പം ആയിരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ മിസ്യോ കൂട്ടായ്മയിൽ പങ്കെടുത്ത് യേശു രക്ഷകനാണെന്ന നിത്യസത്യം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ദാഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഇതിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കായി യേശുവെ അവിടുന്ന് മാത്രമാണുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാനായി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത നല്ല ഈശോയെ, കാൽവരിയിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നാഥ, മിസ്യോ കൂട്ടായ്മയുടെ ആത്മീയ പിതാവിനെയും ബഹുമാനപ്പെട്ട ആനിമേറ്റർ അച്ഛനെയും മറ്റു വൈദികരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട അലിസൂട്ടി ചേച്ചിയെയും റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എന്നിവരെയും മിസ്യോയുടെ 18ാമത്തെ ബാച്ചിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്നും അത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്താനും അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാനും യേശുവാണ് ഏകരക്ഷകനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും വേണ്ട ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മേ, അവിടുത്തെ വിമല ഹൃദയത്തോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കി. ഇന്ന് 3-ാമത്തെ നിത്യസത്യമായ യേശു രക്ഷകൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ശ്രവിക്കാൻ പോകുന്നത്. പാപാവസ്ഥയിൽ നിന്നും മനുഷ്യനെ കരകയറ്റുവാൻ ദൈവം ഒരുക്കിയ പരിഹാര മാർഗമാണ് യേശു. 1 യോഹന്നാൻ 2:2 തിരുവചനം ഇപ്രകാരം പറയുന്നു: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ജപമാല സമർപ്പണം നടത്തിയ ആനി ചേച്ചിക്കും കുടുംബത്തിനും ഒത്തിരി നന്ദി. മനോഹരമായ പ്രാർത്ഥനാ ഗാനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കിയ കാർമലി ചേച്ചിക്ക് നന്ദിയുടെ നറുമലരുകൾ നേരുന്നു. തിരുവചന വായനയിലൂടെയും സമർപ്പണ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ഈ സെഷനെ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ട് നിറച്ച ടെസി ചേച്ചിയെ നന്ദിയോടെ ഓർക്കുന്നു. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സാധിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ മിസ്യോയുടെ ഒപ്പമായിരിക്കുവാൻ ശ്രമിക്കുന്ന മാർ ജോയ് ആലപ്പാട്ട് പിതാവ്, നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ മെത്രാനുമായ പിതാവിനെ ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ഫാദർ ജോമോൻ അത്താഴപ്പാടത്തിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്യോയ്ക്ക് നേതൃത്വം നൽകി മിസ്യോയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആലിസൂട്ടി ആന്റിയെയും ടൊമിച്ചൻ ചേട്ടനെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്യോയുടെ നെടുംതൂണുകളായ റിസോഴ്സ് ടീം, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തി ഈ സമയം ഈശോയെ കൂടുതൽ അറിയുവാനും
അനുഭവിക്കുവാനും തന്റെ ജീവിതയാത്രയിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 3:17. പ്രൊക്ലമേഷനായി ജോൺ തോമസ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെയായ ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. പാപാവസ്ഥയിൽ നിന്നും മനുഷ്യനെ കരകയറ്റാൻ, മോചിപ്പിക്കാൻ ദൈവം ഒരുക്കിയ പരിഹാര മാർഗമാണ് യേശു. ആദ്യ രക്ഷാവാഗ്ദാനം പറുദീസയിൽ വെച്ച് ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകുന്നു. ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം പാപാവസ്ഥയിലായ മനുഷ്യകുലത്തിന് പ്രവാചകന്മാരുടെ രക്ഷാവാഗ്ദാനങ്ങൾ ലഭിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തില് 40-ലധികം വ്യക്തമായ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യേശു എന്ന രക്ഷകന്റെ ജനന, മരണ, ഉത്ഥാനങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ പറ്റി ദൈവം അബ്രാഹാം എന്നൊരു വ്യക്തിയെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അവനെ അവന്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി ദൂരെയുള്ള ഒരു ദേശത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ അബ്രാഹത്തിലൂടെ രൂപം കൊണ്ട ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ നൂറ്റാണ്ടുകളോളം പ്രവാചകന്മാരുടെ ദൈവം ഇടപെട്ടു. ക്രിസ്തുവിന്റെ ആഗമനത്തിനായി അങ്ങനെ അവർ ഒരുക്കിക്കൊണ്ടിരുന്നു. ഗലാത്യ 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവന് സ്ത്രീയിൽ നിന്ന് ജാതനായി സമയത്തിന്റെ തികവിൽ. ലൂക്കാസ് സുവിശേഷവും 2:10-11 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണ് പ്രവാചകന്മാരാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന രക്ഷകനെന്ന് യേശു സമരിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 4:18-19 യേശയ്യാ പ്രവചനം സിനഗോഗിൽ വെച്ച് യേശു വായിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ഇങ്ങനെ തുടരുന്നു. വചനം 21 അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. യേശു മനുഷ്യവർഗത്തിലെ എല്ലാ പാപങ്ങളും ഏറ്റുവാങ്ങിയ കുഞ്ഞാടാണ്. പാപ പൊറുതിക്കായി കുഞ്ഞാടിനെ ബലി അർപ്പിക്കുന്ന ആചാരം യഹൂദന്മാർക്കുണ്ടായിരുന്നു. കുഞ്ഞാടിന് പകരം തന്നെ യേശു തന്നെ സമർപ്പിച്ചു. അതിനാലാണ് യേശുവിനെ യോഹന്നാൻ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചത്. വിശുദ്ധ പത്രോസ് എഴുതി, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല, കറയോ കളങ്കോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ പോലുള്ള അമൂല്യമായ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 1:19-20. യേശു ക്രിസ്തു ദൈവമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ കാരണം മനുഷ്യൻ പാപം ചെയ്തതിനാല് പാപപരിഹാരം ചെയ്തേണ്ടത് ഒരു മനുഷ്യൻ തന്നെയാണ്. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനാണ്. യേശു സർവ്വ മനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. യേശു ക്രിസ്തു നൽകുന്ന രക്ഷ സമഗ്രമാണ്. ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും തലങ്ങളിൽ രക്ഷ നൽകപ്പെടുന്നു. ആത്മാവിന്റെ തലത്തിൽ പാപത്തിൽ നിന്നുള്ള മോചനം, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം,
സ്വാതന്ത്ര്യം, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള വിടുതൽ, നിത്യമരണത്തിൽ നിന്നുള്ള മോചിപ്പിച്ച നിത്യജീവൻ നൽകുന്നു. മനസ്സിന്റെ തലത്തില് ദുഃഖത്തിൽ നിന്നുള്ള മോചനം, യഥാർത്ഥ സമാധാനം കൈവരുത്തുന്നു, യഥാർത്ഥ സന്തോഷവും. ശാരീരിക ഭൗതിക തലങ്ങളില് സർവ്വ രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കുന്നു, നമ്മുടെ ഈ ലോക ആവശ്യങ്ങള് സഫലീകരിക്കുന്നു. പാപത്തിൽ നിന്ന് യേശു ഒരാളെ മോചിപ്പിക്കുക എന്നുള്ള അർത്ഥം ഒരു പാപം മൂലം ഉണ്ടായ ദുഷ്ടഴക്ക പ്രവണതയിൽ നിന്ന് അവനിൽ നിന്ന് എടുത്തു കളഞ്ഞ് അവനെ സ്വതന്ത്രനാക്കുന്ന എന്നത്രേ. ജയിൽ വിമോചനായ ശേഷം ഒരുവൻ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതില്ലാത്തതുപോലെ യേശുവിനെ കണ്ടതോടെ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിശാച് വാതിലിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോകുന്ന സുവിശേഷ വിവരണം ശ്രദ്ധേയമാണ്. 1 യോഹന്നാൻ 3:8 ഇങ്ങനെ പറയുന്നു: പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പാപം ചെയ്യുന്ന എല്ലാവരുടെയും മേൽ പിശാചിന്റെ ആധിപത്യം ഉള്ളതിനാല് പിശാചിന്റെ വരുതിയിൽ നിന്നും യേശുവിന് മാത്രം നൽകാവുന്ന വിടുതല് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതർ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധ മത്തായി 8:16. യേശു നിത്യമരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, നിത്യജീവൻ നൽകുന്നു. ഭൗതിക ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുകയാണ്. അത് യേശുവിന് മാത്രമേ നൽകാനാവൂ. കാരണം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. നിത്യജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവത്തിനില്ലാത്തവന് ജീവനില്ല. 1 യോഹന്നാൻ 5:11-12. മനസ്സിനെ ദുഃഖത്തിൽ നിന്ന് കയറ്റുന്ന യേശു യഥാർത്ഥ സന്തോഷം നൽകുന്നു, യഥാർത്ഥ സമാധാനവും. ആഗ്രഹങ്ങൾ സഫലീകരിക്കാത്തതല്ല, യേശുവിനോടുള്ള സ്നേഹബന്ധം ഇല്ലാത്തതാണ് ദുഃഖത്തിന്റെ മുഖ്യ കാരണം. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചാലും സഫലീകരിച്ചാലും സന്തോഷം അപ്പോഴും അന്യമല്ലേ. യോഹന്നാൻ 15:1 ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങളിൽ കൊടുകൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യഥാർത്ഥ സമാധാനത്തിനുള്ള വഴി പാപം മൂലം നഷ്ടപ്പെട്ട ദൈവ മനുഷ്യ ബന്ധത്തിന്റെ പുനഃസ്ഥാപനമാണ്. യേശുവാണ് അത് സാധ്യമാക്കുന്നത്. അതിനാൽ അത്രേ അവനാണ് നമ്മുടെ സമാധാനം എന്ന് വിശുദ്ധ പൗലോസ് എഴുതി വെച്ചത്. എഫെസ്യർ 2:14-16. ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ പറഞ്ഞു: മനുഷ്യൻ തേടുന്നതും അവന് അവകാശപ്പെട്ടതുമായ സന്തോഷത്തിന്റെ ഒരു പേരും മുഖവുമുണ്ട്, നസറായനായ യേശു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. വിശുദ്ധ മത്തായി സുവിശേഷം 4:23. യേശു സർവ്വ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകുന്നു. രോഗശാന്തിയുടെ ഉറവിടം യേശുവാണെന്ന് അത്ഭുത രോഗസൗഖ്യങ്ങളുടെ സുവിശേഷ വിവരണങ്ങൾ തെളിയിക്കുന്നു. തന്റെ പരസ്യ ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷത്തിന് പുറമെ രോഗികളെ സുഖപ്പെടുത്തുന്നതിനും യേശു വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പ്രതീക്ഷിക്കപ്പെട്ട മിശിഹ നീ തന്നെയാണെന്ന് ശ്രാപകന്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അവിടുന്ന് കൊടുത്ത ഉത്തരം അവിടുത്തെ രോഗസൗഖ്യങ്ങളായിരുന്നു. യേശുവിന്റെ പക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ശ്രാപകനോട് ചെന്ന് പറയാനാണ് യേശു ആവശ്യപ്പെട്ടത്. വേദന സഹിച്ച് ജീവൻ വെടിയാൻ തുടങ്ങുന്ന സമയം ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന്. അതായത് മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നുവെന്ന്, പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. യേശു ക്രിസ്തുവിലൂടെ രക്ഷയ്ക്ക് നിഷ്കളങ്കരായ മനുഷ്യന്റെ മുറിയപ്പെടലാണ് നടന്നത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഈശോ മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. യേശു തന്റെ മരണത്തിലൂടെ സാത്താന്റെ മരണത്തിന്മേൽ വിജയം കുറിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും സ്വന്തമാക്കി കർത്താവായി. വിശുദ്ധ മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. രക്ഷാകര ദൗത്യം പൂർത്തീകരിച്ച ശേഷം മൗക്തീകൃതനായി മിശിഹ ക്രിസ്തുവായി പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:33 ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത യേശു ആ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. ഇത്തരണത്തില് എന്റെ ജീവിതത്തിൽ രക്ഷകനായ ഈശോയെ കണ്ടുമുട്ടിയ അനുഭവം നാളുകള് ഞാൻ ഓർക്കുകയാണ്. അന്ന് ആകെ തകർന്ന നിലയിലായിരുന്നു, പേടിച്ച് വരേണ്ട അവസ്ഥയിലായിരുന്നു. ലോകത്തിന്റെ ജീവിതം നയിച്ച് അങ്ങനെ ആയതാണ്. പുകവലിയും മദ്യപാനവും.
മദ്യപാനം കോളേജ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തില് കൂട്ടുകാർ മൊത്തം തമാശയ്ക്ക് തുടങ്ങിയതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കൂടി. പിന്നെ വളരെയധികം കുടിക്കുന്ന അവസ്ഥയിലായി. ഞാൻ ഒരു നല്ല കുടിയനായി മാറി. തമാശയ്ക്ക് തുടങ്ങിയ ആ സ്വഭാവം ജീവിതത്തിന്റെ നിറം കെടുത്തി ജീവിതം കരിനിഴലിലായി. തകർച്ചയുടെ മൂർധന്യത്തിലാണ് ഈശോ കടന്നു വന്നത്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വചനം കേട്ടു, ധ്യാനങ്ങൾ കൂടി, ക്ഷമിക്കുവാനുള്ളവരോടെല്ലാം ക്ഷമിച്ചു. മദ്യപാനം എന്ന വിപത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് പരിപൂർണ മോചനം നൽകി ഈശോ തന്റെ രക്ഷ പാപിയായി എനിക്കും നൽകി. എന്നെ വീണ്ടെടുത്ത യേശുവിനെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിലെ ലക്ഷ്യബോധവും സന്തോഷത്തിന് നിറവും തിരിച്ചു കിട്ടി. അതുവരെ ജീവിതത്തിന്റെ ശൂന്യത, നിരർത്ഥകത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നതെന്നും യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് വേശ്യകളെയും ആക്രമികളെയും കഠിന പാപികളെയും എല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതും സ്വർഗത്തിൽ പിൻപന്മാർ മുമ്പന്മാരാകാമെന്ന് അരുളി ചെയ്തതെല്ലാം എൻ്റെ ആത്മാവിന് എത്രയോ സന്തോഷവും ഉറപ്പും ജീവനുമാണ് നൽകിയത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെയും ആരും ഈ രക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്നും ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ രക്ഷ അനുഭവിക്കാൻ ഏറ്റവും യോഗ്യതയായിട്ടുള്ളതെന്നും ഈശോ വെളിപ്പെടുത്തിയപ്പോൾ എല്ലാവരും വലിയ ആത്മവിശ്വാസത്തോടെ ആ രക്ഷ നുകരുന്നു. ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കണ്ടുമുട്ടിയ അനുഭവത്തിൽ നിന്ന് ഈശോ വളർത്തുന്നു. അനുദിന ദീപബലിയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, സുവിശേഷ ശുശ്രൂഷയിലൂടെ. ആദ്യം മുതല് ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന അവസാന വ്യക്തിയുടെ പാപങ്ങൾ വരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ ക്രിസ്തു കുരിശിൽ മരിച്ച് വീട്ടിൽ കഴിഞ്ഞതാണ്. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ശക്തിയും തെറ്റുകൂടാതെ ജീവിക്കാനുള്ള കൃപയും പരിശുദ്ധാത്മാവിലൂടെയും വർഷിച്ചിരിക്കുന്നു. നമ്മൾ ആ രക്ഷ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. ആമേൻ. തിരുവചനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് യേശുവാണ് ഏകരക്ഷകനെന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്ന ജോൺ ചേട്ടന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ. തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ യേശുവാണ് രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറയാൻ നമുക്ക് മുൻപിലെത്തുന്നു ശരണ്യാദാസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ശരണ്യാദാസ്, തിരുവനന്തപുരം സ്വദേശിനിയാണ്. എൻ്റെ ഭർത്താവ് ദാലിബ് ജോ നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. ഞങ്ങൾക്ക് ഒരു മകനുണ്ട്, കെവിൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നത്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നാണ്. സ്നേഹമുള്ളവരെ, പാപികളും ബലഹീനരുമായ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനാണ് പിതാവായ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ച് ഈ ലോകത്തിൽ മനുഷ്യപുത്രനായി പിറന്നത്. യേശു ഏക രക്ഷകനാണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. 2014 ഞാൻ വിവാഹിതയാകുന്നത്. വിവാഹ നാളുകളിൽ എന്നെയും എൻ്റെ പേരൻസിനെയും അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തു. അപ്പോൾ വിവാഹ നാളുകളിലും ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, TSH ഹോർമോണും പ്രഗ്നൻസിയും തമ്മിലുള്ള ഒരു ബന്ധം. തൈറോയിഡ് അസുഖമുള്ളവർക്ക് പ്രഗ്നൻസിക്ക് ചിലർക്ക് ചാൻസ് ഉണ്ടാകും, ചിലർക്ക് ചാൻസ് കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഇത് പൂർണ്ണമായും കർത്താവിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തോ ദൈവത്തിന്റെ വലിയ കൃപയാൽ വിവാഹം കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഞങ്ങൾ ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായത്. 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. TSH ഹോർമോണും ബാലൻസ് ഇല്ലാതെ മാറി മറിഞ്ഞ് കുറയും കൂടും അങ്ങനത്തെ ഒരു ലെവലായി. മെലിഞ്ഞിരുന്ന ഞാൻ വണ്ണം വയ്ക്കാൻ തുടങ്ങി, കാലൊക്കെ നീരായി. അങ്ങനെ ഇല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസിൽ ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് എന്നിലുണ്ടായി. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഷുഗറൊക്കെ ഇങ്ങനെ കൂടിയിച്ചൊരു പ്രശ്നമാണ് ശരണ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ ശ്രദ്ധിക്കണം, TSH വേരി ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ ആയിപ്പോയി. അപ്പൊ ഞാനും വല്ലാതെ തളർന്നു. അത്രയും ദിവസം സന്തോഷമായിരുന്നു, അയ്യോ പ്രഗ്നന്റ് ആയല്ലോ. പക്ഷെ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായപ്പോഴേക്കും ആകെ ഡൗൺ ആയി.
അപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ ഒരു സിസ്റ്ററിനോട് ഞാൻ എൻ്റെ വിഷമം ഷെയർ ചെയ്തു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ശരണേ നീ എന്തിനു ഭയപ്പെടുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലല്ലേ. യേശുക്രിസ്തു സമഗ്ര വിമോചകനാണ്. എല്ലാ പാപത്തിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, എല്ലാ രോഗ ദുരിതത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നാം വിശ്വസിക്കുന്നത്. നീ അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. നിന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിനോട് സഹായം ചോദിച്ചാൽ മതി. യേശുക്രിസ്തു തീർച്ചയായും ഈ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറച്ചു പറഞ്ഞു. അതുപോലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ വചനം വായിക്കണം, വചനം യേശുക്രിസ്തു തന്നെയാണ്, അപ്പോൾ നിനക്കൊരു ശക്തി ലഭിക്കും, നിനക്കും നിന്റെ കുഞ്ഞിനും ഒരു കൃപ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്ററിന്റെ വാക്കനുസരിച്ച് ഞാൻ വീട്ടിൽ പോയി വചനമൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീർച്ചയായും രക്ഷകനായ യേശുക്രിസ്തുവിനെ വചനത്തിലൂടെ അറിഞ്ഞു. അതുപോലെ ഞാൻ വചനം ഉച്ചത്തിലാണ് വായിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞും വചനം കേട്ട് വളരട്ടെ, കുഞ്ഞിനും ആരോഗ്യം ലഭിക്കണം, ദൈവത്തിന്റെ കൃപ ലഭിക്കണം എന്നൊരു ചിന്ത എന്നിലുണ്ടായി. അപ്പോൾ ഞാൻ ഉച്ചത്തിൽ വചനം വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 7-ാം മാസം നമുക്ക് സ്കാനിങ് ഉണ്ട്. സ്കാനിങ് കഴിഞ്ഞു, കുറെ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഫൈൻഡ് ചെയ്തു. എൻ്റെ അടിവയറ് ഫുള്ള് ഫാറ്റ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിക്ക് ചാൻസേ ഇല്ല, കാരണം കുഞ്ഞ് വരുന്ന പാത്തൊക്കെ ഫാറ്റാണ്. അപ്പോൾ അത് പിന്നെ സർജറി ചെയ്ത് കളഞ്ഞാൽ മതി, ഇപ്പൊ എന്തായാലും സിസേറിയൻ ആയിരിക്കും ശരണ്യ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ ഭയന്നു. ഒന്നാമത് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, TSH വേരി ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഫാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അവരൊക്കെ തളർന്നു. പക്ഷെ ഞാൻ തളർന്നില്ല, കാരണം ഞാൻ വചനത്തിലൂടെ യേശുക്രിസ്തുവിനെ ഒരുപാട് അറിഞ്ഞു. യേശുക്രിസ്തു ഉണ്ട്, ഏത് പ്രതിസന്ധി വന്നോട്ടെ യേശുക്രിസ്തു ഒരിക്കലും കൈവിടത്തില്ല എന്നൊരു പ്രത്യാശ എന്നിലുണ്ടായി. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസമാണ് ഡെലിവറി ഫിക്സ് ചെയ്തിരുന്നതെങ്കിലും എന്നെ ജൂലൈ മാസത്തിലെ അഡ്മിറ്റ് ചെയ്തു, കാരണം എനിക്ക് ഷുഗർ വേരി ചെയ്തുകൊണ്ട് നിന്നതുകൊണ്ട്. എന്നിട്ട് ജൂലൈ 26-ാം തീയതി എന്നെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു. അത് പെയിൻ വന്നത് കൊണ്ടല്ല, ജൂലൈ 28-ന് തന്നെ കുഞ്ഞു പുറത്ത് വന്നിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് ഹാനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ജൂലൈ 26-ന് എന്നെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചത് പെയിൻ കില്ലേഴ്സ് തന്നു നോക്കാം, വേദന എന്തെങ്കിലും ഉണ്ട്, നോർമൽ ഡെലിവറി നടന്നാലോ എന്ന് വിചാരിച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ജൂലൈ 26-ന് തന്നെ എന്നെ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നത്. ജൂലൈ 27 വൈകുന്നേരമായിട്ടും എനിക്ക് ഒരു പെയിനും വരുന്നില്ല. ഒരുപാട് പെയിൻ കില്ലേഴ്സ് ട്രിപ്പ് വഴി ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ എന്റെ പാരന്റ്സ് ഒക്കെ എന്തായാലും ഫിക്സ് ചെയ്തു സിസേറിയൻ തന്നെ ആയിരിക്കും. അപ്പൊ ഡോക്ടറും ഫിക്സ് ചെയ്ത് ജൂലൈ 28 ഏർലി മോർണിംഗ് 3:15 ശരണ്യക്ക് സിസേറിയൻ ഫിക്സ് ചെയ്തു എന്ന് അവിടെ നേഴ്സുമാർ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിരാശയായില്ല. ഞാൻ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവെ, നിനക്ക് മാറ്റാൻ കഴിവില്ലാത്തതായിട്ട് ഒന്നുമില്ലല്ലോ ഈ ലോകത്ത്, നിനക്ക് ഈ പ്രതിസന്ധിക്ക് നിസ്സാരമല്ലേ യേശുവേ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യേശുവേ യേശുവേ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു മനസ്സിലെ. എന്തോ അത്ഭുതം എന്ന് പറയട്ടെ, ജൂലൈ 28 ഏർലി മോർണിംഗ് 1 ആയപ്പോഴേക്കും എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. 3:14 ആയപ്പോഴേക്കും നോർമൽ ഡെലിവറി നടന്നു. എനിക്ക് അതിപ്പോഴും എങ്ങനെ സംഭവിച്ചെന്നുണ്ട ഡോക്ടേഴ്സിനോട് വെറും 1 മിനിറ്റിന്റെ ഡിഫറൻസിൽ എനിക്ക് നോർമൽ ഡെലിവറി നടന്നു. 3:15 ആണ് സിസേറിയൻ ഫിക്സ് ചെയ്തിരുന്നത്, പക്ഷെ 3:14 തന്നെ നോർമൽ ഡെലിവറി നടന്നു. യേശുക്രിസ്തു ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം വിശ്വസിക്കുന്നത് രക്ഷകനായ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തു സമഗ്ര വിമോചകനാണ്. പാപത്തിന്റെ ആകാം, പൈശാചിക ബന്ധനങ്ങളുടെ ആകാം, ഈ ലോകത്തിലുള്ള എന്ത് അടിമത്തത്തിൽ നാം അകപ്പെട്ടാലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നാം യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ തീർച്ചയായും യേശുക്രിസ്തു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തന്റെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളിലൂടെ യേശുവിനെ തന്റെ എല്ലാമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച ശരണ്യയ്ക്ക് ഒത്തിരി നന്ദി. സ്ലൈഡ് പ്രസന്റേഷനായി ജോജോ ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. ശരണ്യയുടെ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഇതേ അനുഭവം തന്നെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായാലോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ 3ാമത്തെ കൊച്ചിന് ഇതുപോലെ തന്നെ ഈ ദൈവം എന്നോട് പറഞ്ഞത് നോർമൽ ഡെലിവറി ആകുമെന്ന് പറയുന്നു. അവസാന സമയമായിട്ടും നോർമൽ ഡെലിവറി ആകാഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ അത് നോർമൽ ഡെലിവറി ആകുന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധവും വിശ്വാസവും വളരെ കൂടി. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? ഞാൻ
ദൈവത്തിൻ്റെ സ്നേഹം കണ്ടു. പക്ഷേ ഞാൻ പാപത്തിലാണ്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് പാപാവസ്ഥയാണ് നമ്മൾ കണ്ടു. ഈ പാപാവസ്ഥയിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും എന്നുള്ള ഒരു നിലവിളിയോടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, എടാ, നിന്നെ രക്ഷിക്കാനുള്ള ഒരു സമയം, അത് നിന്റെ സമയം. ദൈവത്തിന് എല്ലാ സമയവും ഒരുപോലാണല്ലോ. ആ സമയം എത്തിയിരിക്കുന്നു. ആ സമയത്തിൽ ഞാനിതാ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഞാനിത് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ആർക്ക് സ്വീകാര്യമായ സമയം? എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷ സ്വീകരിക്കാൻ പറ്റുമെന്ന് ദൈവം അറിഞ്ഞ സമയത്ത്. എൻ്റെ കൊച്ചിന് എനിക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഞാൻ പക്ഷേ അവന് കൊടുക്കുന്നത് അവൻ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവനത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ്. അപ്പോൾ രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. 2 Korinthos 6:2. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇന്നാണ് നമ്മുടെ രക്ഷയുടെ ദിവസം. ഇന്നാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മളെ പാപാവസ്ഥയിൽ മനുഷ്യകുലം നിബന്ധിച്ചെങ്കിലും അന്ന് തന്നെ നമുക്കൊരു രക്ഷകൻ്റെ വാഗ്ദാനം. ആ ഹെഡിങ് നമ്മൾ ബൈബിളിൽ വായിച്ചു കഴിക്കാം, ശിക്ഷയും വാഗ്ദാനവും എന്നാണ്. ശിക്ഷ ചെയ്തതിന് നമ്മൾ അനുഭവിക്കുന്നു, എന്നാൽ രക്ഷയുടെ വാഗ്ദാനം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നു. ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. സാത്താന് പറയുകയാണ്, അവൻ നിന്റെ തല തകർക്കും. ഞാനിങ്ങനെ ജോൺ ചേട്ടൻ്റെ ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ ജീവിതമായിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. ഞാനും ഇതുപോലെ ഇതേ അവസ്ഥയിൽ തന്നെ എൻ്റെ കുടുംബത്തിലും മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മദ്യത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റി എന്നുള്ളതിൽ എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മദ്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ മണത്ത് നോക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി അതൊക്കെ വളരെ മോശമാണെന്നുള്ളത്. മീൻസ് അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അപ്പം ഇത് കഴിഞ്ഞ് തമ്പുരാൻ്റെ, അപ്പോൾ പല പ്രാവശ്യം എനിക്കറിയാം ജോൺ ചേട്ടൻ ചെയ്തിട്ടുണ്ടാവും. 30-25 ദിവസം നോമ്പെടുക്കും, അല്ലെ 50 ദിവസം നോമ്പെടുക്കും, ഒന്നും കഴിക്കുകയില്ല. 50 ദിവസം ഇതെല്ലാം കൂടെ കടം വീട്ടും. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വാല് മാറ്റി വെക്കുന്ന, സാത്താൻ്റെ അരൂപിയുടെ വാല് മാറ്റി വെക്കുന്ന അല്ലെ ഒരാഴ്ച മാറ്റും, ഇങ്ങനത്തെ പല പരിപാടിയും ചെയ്യും. പക്ഷേ ഇവൻ്റെ തല തകർന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്ഷ സ്വീകരിച്ചപ്പോഴാണ്. ഇനിയുള്ള സ്ലൈഡുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള അരൂപിയുടെ തല എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ആദ്യമായി നമുക്ക് ആ കാലസമ്പൂർണത വന്ന് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. അപ്പോൾ ദൈവം ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പറ്റിയ ഒരാളെ കാത്തിരിക്കുകയാണ്. അവസാനം നടക്കാത്തതുകൊണ്ട് ദൈവം എന്തായി, അമലോത്ഭവയായിട്ട് പരിശുദ്ധ അമ്മയെ തന്നെ ദൈവം സൃഷ്ടിക്കുകയാണ്, അല്ലേ? ആ സൃഷ്ടിച്ച ആ അമ്മയുടെ എളിമയിൽ അമ്മ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തെ അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. അതായത് ഞാനൊരു പാപം ചെയ്തു കഴിയുമ്പോൾ പാപത്തിനൊരു ശിക്ഷയുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. അതിനകത്ത് സ്നേഹം, ക്ഷമ, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനോടത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, നീതി. നമുക്കൊരു നീതിബോധമുണ്ട്. എനിക്കൊരു പാപം ചെയ്ത് അത് ചെയ്തു പോയല്ലോ, ഈ കുറ്റബോധം എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ഇനി അതേപോലെ തന്നെയാണ് എന്നോടൊരാൾ ഒരു പാപം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഫെയർ. മൂന്ന് കൊലപാതകം ചെയ്ത ഒരുത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തൂക്കുകയറാണ്, അല്ലേ? നമ്മൾ പറയും ആ വിക്ടിമിന് അതിനുള്ള ന്യായം കിട്ടണം, ഇറ്റ് ഇസ് നോട്ട് ഫെയർ, അവനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നു. അതാണ് ലോകത്തിൻ്റെ നിയമം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിയമത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്കും തൃപ്തരാകുകയുള്ളൂ. അങ്ങനെ നിയമത്തിൽ അടിമത്തത്തിൽ നമ്മൾ കഴിയുന്ന ആൾക്കാരെ ഈ ദൈവം വന്നിട്ട് ആ നിയമത്തിൽ നിന്ന് നമുക്ക് വിമുക്തനാക്കുകയാണ്. അതെങ്ങനെയാണ് ആ നിയമത്തിന് വിമുക്തനാക്കാൻ പറ്റുന്ന? ഒരു തെറ്റ് ചെയ്ത ഒരുത്തനെ നമുക്ക് എങ്ങനെ അവനെ രക്ഷിക്കാൻ പറ്റും? അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. അപ്പം അതിനായിട്ട് മത്തായി 1:21 പറയുന്നു, അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതായത് ജോസഫിനോട് പറയാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്, ദൈവപുത്രനാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം.
എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫിന് പിടികിട്ടുന്നു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളിൽ നിന്ന് യേശു എന്ന് പറയുന്ന വ്യക്തി നമ്മളെ മോചിപ്പിക്കും. അന്ന് തൊട്ട് ഈശോയുടെ വളർത്തച്ഛനായിട്ട് ഫുൾ സപ്പോർട്ടിൽ ജോസഫ് മാറുകയാണ്. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമിട്ടുണ്ട്. ഇതെവിടുന്നാണ് ഈ നമുക്ക് ഈ മനുഷ്യാവതാരം അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്? സ്വർഗത്തിൽ നിന്നാണ്. ആ സ്വർഗത്തിൽ നിന്നുള്ള ഇടപെടൽ ലോക 2:10-11 പറയാണ്, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നമ്മൾ ഒത്തിരി ഭയത്തിലാണ്. ജോൺ ചേട്ടനും പറഞ്ഞായിരുന്നു, ഞാൻ ജീവിതത്തിൽ ഭയത്തിലാണ്. പക്ഷെ സ്വർഗം പറയുന്നു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതും ചേട്ടൻ പറഞ്ഞിരുന്നു അല്ലേ, സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇനി സകല ജനത്തിനും വേണ്ടിയുള്ള ഇതെല്ലാം നമ്മൾ കാണാം. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനെ, ആ രക്ഷകനെ നമ്മൾ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ശിമിയോൻ കയ്യിലെടുത്ത്, ശിമിയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് നമ്മൾ വചനം വായിച്ചാൽ മനസ്സിലാകും. ശിമിയോനോട് പറഞ്ഞിരുന്നു, രക്ഷകനെ കാണാതെ നീ മരിക്കുകയില്ല. അങ്ങനെയുള്ള ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പം ശിമയോന് ആ രക്ഷ കയ്യിലെടുത്തുകൊണ്ട്, ഈശോയെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. കൂട്ടത്തിൽ അന്നയാണെന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ 10-20 വയസ്സിൽ ദേവാലയത്തിൽ വന്നാണ്. 80 വയസ്സ് ഇത്രയും നാളിൽ ദൈവത്തിനെ സ്തുതിച്ച് രക്ഷകനെ കാത്തുകൊണ്ടിരിക്കുന്ന അന്നയ്ക്കും ഇതേ അനുഭവത്തിൽ നൽകുന്നു. ഇനി അവിടെ നമുക്ക് ഈ ചിത്രകാരൻ വരച്ചിരിക്കുന്ന യേശു പിതാവിനെയും മാതാവിനെയും ആയിരിക്കും. എന്നാൽ എൻ്റെ സഹോദരി, നിങ്ങൾ അവിടെ നിങ്ങളെ തന്നെ ഒന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉണ്ണീശോയെ നോക്കിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ കാണുക സകല ജനതകൾക്കും വേണ്ടി, അതായത് നമ്മൾ ആരാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടിയും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള രക്ഷ ഇതാ നമ്മൾ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കേണ്ടത്? അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ദൈവ മനുഷ്യ ഉടമ്പടിയിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും. ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. ഇനി ഉടമ്പടി അറിയാം. ഉടമ്പടിയിൽ ഒരു ലംഘനം ഉണ്ടായാൽ ഉടമ്പടിയിലെ ഒരു വ്യക്തി മരിക്കണം. ദൈവത്തിന് മരണമില്ല, അപ്പോൾ മനുഷ്യൻ മരിക്കണം. ഇല്ലാതെ ഈ ഉടമ്പടിക്കൊരു പരിഹാരമാകുന്നില്ല. അതായത് രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അതിനു പറ്റിയൊരു രക്തം ചിന്താൻ വേണ്ടി ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നാണ് നിയമപ്രകാരം മനുഷ്യരുടെ പാപപരിഹാര ബലിക്കായി ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കണം. അതായത് യാതൊരു കളങ്കവും ഇല്ലാത്ത ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. എന്നാൽ ഈ ഒരു ബലിയർപ്പണം വരാനിരിക്കുന്ന ഒരു ശരിയായ ഒരു മനുഷ്യൻ്റെ ബലിയർപ്പണത്തിൻ്റെ മുന്നോടിയാണ് ലേവ്യർ 4 പറയുന്നത്. അപ്പോൾ അതെന്തായിരുന്നു? അത് യോഹന്നാൻ 1:29 ഈശോയെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ പല കാര്യങ്ങളും പറയാമായിരുന്നല്ലേ. ഇവൻ എൻ്റെ കസിനാണ്, ഇവൻ അങ്ങനെയാണ്, ഇവൻ എങ്ങനെയാണ്, ഇതെല്ലാം പറയാമായിരുന്നു. പക്ഷേ മെയിൻ ദൗത്യം എന്താണെന്നുള്ളത് യോഹന്നാൻ അറിയാം. യോഹന്നാൻ പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. എങ്ങനെയാണ് അവൻ പാപം നീക്കാൻ പോകുന്നത്? എങ്ങനെയാണ് അവൻ നീതി നിർവഹിക്കുന്നത്? ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടി ഞാൻ കൊള്ളാതെ ഒരു നിവൃത്തിയിൽ ഇവൻ എങ്ങനെ എന്നെ രക്ഷിക്കും? അപ്പോഴാണ് രക്തം ചിന്താതെ പാപമോചനമില്ല. മനുഷ്യൻ്റെ രക്തം ചിന്താതെ മനുഷ്യന് പാപമോചനം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ ദൈവമായ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് അവൻ്റെ നിഷ്കളങ്കനായ അവൻ, ഒരു പാപവും ചെയ്യാത്ത അവൻ മനുഷ്യപുത്രൻ്റെ മുറിയപ്പെടലിലൂടെ നമ്മളെ രക്ഷിക്കുകയാണ്. അതിന് അനന്ത വിലയാണുള്ളത്. ഇപ്പം എൻ്റെ കാറ്റഗിസം പിള്ളേരോടൊക്കെ ഞാനിങ്ങനെ മാത്തമാറ്റിക്സിൽ ഒന്ന് പറയും, എൻ്റെ ഒരു ഇതിന് പറയും, എടാ ഒരടി അടിച്ചു, അപ്പം തിരിച്ചു ഒരടി അടിച്ചു, അങ്ങനെയാണ്, കോംപ്രമൈസാണ്, ഒന്നുമില്ല. 0.1 ഒരു അടി തട്ടുള്ളൂ, നമ്മൾ തിരിച്ചൊരടി കൊടുത്തു, അപ്പോൾ എത്രയായി? അത് 10 ഇരട്ടി ശിക്ഷ നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 0.001 അടിക്കുന്ന ഒരാൾക്ക് നമ്മളൊരടി കൊടുത്താലോ അത് 100 ഇരട്ടിയായി.
അപ്പൊ അങ്ങനെ വന്ന് അവരോട് പറയും, അവർ മാത്തമാറ്റിക്സ് ഉള്ള അറിയാവുന്നവർ, ഒരടി അടിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു പാപവും ചെയ്യാത്ത ഒരു മനുഷ്യനെ ലോകത്തിൽ ഇതുപോലെ ഒരാൾ അനുഭവിക്കാത്ത പോലെ അടിയും ഇടിയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പാപപരിഹാരത്തിന് എന്ത് വിലയാണെന്നുള്ള പിള്ളേർ മാത്തമാറ്റിക്സിൽ പറയും ഇൻഫിനിറ്റി, അതായത് അനന്ത യോഗ്യതയാണ്. ഇന്ന് വരെ ജീവിച്ച് മരിച്ച എല്ലാ വ്യക്തികളുടെയും പാപത്തിന്, ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്, ഇനി ജനിക്കാൻ പോകുന്ന മരിക്കാൻ പോകുന്ന പാപം ചെയ്യാൻ പോകുന്നവരുടെ എല്ലാ പാപത്തിനും പരിഹാരം യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവൻ്റെ അനന്തമായ യോഗ്യതയിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 കൊരിന്തോസ് 7:23 പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ പാപം മൂലം മരിക്കേണ്ടതായിരുന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവൻ യേശു ക്രിസ്തുവിനാണ്. അവൻ മരിച്ചു കഴിഞ്ഞു. റോമ 5:8 പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ മരിച്ചത്? എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമായിരിക്കുന്നു. ഇതുകൊണ്ടാണ് അലിസാൻഡിയൊക്കെ ഓൾറെഡി പറഞ്ഞു കാണും, നമ്മുടെ ഓരോ നിത്യസതി അതിലിങ്ങനെ പണിത് ഉയർത്തുകയാണ്. അതായത് ദൈവസ്നേഹം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പാപാവസ്ഥയുടെ പ്രശ്നവും ആ ദൈവസ്നേഹം കൊണ്ട് ഈ പാപാവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷകനെ അയച്ചതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് പിടികിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ടാണ് ഈശോ നമ്മളെ കുരിശിൽ രക്ഷിച്ചു കഴിയുന്നത്. അതായത് നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുരിശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹത്തെ, അനന്തമായ സ്നേഹത്തിനെ കൂടിയാണ്. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ച് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ നമുക്ക് ഒരു നമ്മുടെ വില്ലേജിൽ ഒരു മോശം കുടുംബത്തിൽ ഒരു മോശം, അവൻ എപ്പോഴും മോശം കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ ശപിക്കപ്പെട്ട ജനം, ഇവൻ ഒരു ഗതിയും പിടിക്കുകയില്ല, ഇവനൊന്നും ചെയ്യും, അവൻ ഒരു കാലത്ത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഇതുപോലെ ഒരു ശപിക്കപ്പെട്ട ഏറിയ ഇല്ലേ? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ പറയും, ഇത് ചെയ്തു പോയി എന്ന് പറഞ്ഞൊരു കുറ്റബോധത്തിൻ്റെ അവസ്ഥയില്ലേ? അപ്പോൾ ഈ ശാപത്തിൽ നിന്നെല്ലാം യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനായി, സ്വയം ശപിക്കപ്പെട്ടവൻ്റെ ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവൻ നമ്മെ രക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യ 3:13 പറയുന്നു. ഇനി 1 യോഹന്നാൻ 2:2, ഇത് നമ്മളിന്ന് വചന വായനയിൽ കേട്ട ഒരു വചനമാണ്. ചേച്ചി ഇന്ന് വായിച്ചിരുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ പാപത്തിനെല്ലാം പരിഹാര ബലിയാണ്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാരെ ഇഷ്ടമില്ല. എൻ്റെ പേരൻസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻലോസ് ഇതൊക്കെ ചെയ്യുന്നു, മക്കളിത് ഓഫീസിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ സഭയിൽ കുറേ ഇഷ്ടമുണ്ട്, എൻ്റെ പള്ളിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതേ ആ ബിൻ ലാദനെ എനിക്കിഷ്ടമില്ല, എനിക്കത് ഇന്ന രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടമില്ല. എടാ മോനെ ഒന്ന് നിന്നേ. ഈശോ പറയുന്നത് എന്നാ? എടാ ഞാൻ ഇവരുടെ എല്ലാം പാപത്തിനും പരിഹാരം ചെയ്തതാണ്. എന്നിട്ടാണ് ഈശോ എന്നോട് പറയുന്നത്, അന്യരെ വിധിക്കരുത്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ഇന്ന് വരെ നമുക്ക് ലോകത്തിൽ എന്തൊക്കെ ഇഷ്ടമില്ലായ്മയുണ്ടോ, നമുക്ക് എന്തൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അത് തികച്ചു സ്വാഭാവികമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് നീതിയുടെ ബോധമുണ്ട്. നമുക്ക് നീതി ലഭിച്ചില്ല എന്നറിയണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു. എന്താണ്? നമ്മളോട് എന്തൊക്കെ ചെയ്തിരിക്കുന്നോ അവരുടെ എല്ലാം പാപത്തിന് ഈശോ കുരിശിൽ മരിച്ച് അവരെ രക്ഷിച്ചു കഴിഞ്ഞാണ്. ആ സൈഡ് കോംപ്രമൈസ് ആയ കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കേണ്ടതെന്ന് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ, ക്ഷമയുടെ ക്ലാസ്സുകളിൽ വരുമ്പോൾ ഈ ഒരു വചനം നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളെയും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. നമ്മുടെ മാത്രമല്ല ലോകത്തിലുള്ള സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? തൻ്റെ കുരിശുമരണത്തിലൂടെ, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവം മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരം സാധ്യമാക്കി. 3:14 ഇത് തന്നെയാണ് ആ ബ്യൂട്ടിഫുൾ ഗോൾഡൻ വചനമായിട്ട് പറയുന്നത്. അവന് വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തരണം. ദൈവം അത്രയധികം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തൻ്റെ ഏകപുത്രനെ നൽകി ഈശോ കുരിശിൽ നിന്ന്
മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു രക്ഷാകര വാർത്തയാണ് നമ്മൾ ഇന്ന് കോറായിട്ട് മനസ്സിലാക്കേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാണ്. അതായത് നമ്മുടെ പാപകടങ്ങൾ പൂർണ്ണമായും വീട്ടിക്കഴിഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പം നമുക്ക് നോർമലി അറിയാം എൻ്റെ പ്രശ്നം എന്താണ്. എൻ്റെ പാപങ്ങളാണ് എൻ്റെ പ്രശ്നം. എന്നാൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് എൻ്റെ പാപങ്ങളല്ല എൻ്റെ പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? നമ്മൾ അടുത്ത സൈഡിലേക്ക് കാണാം. കാരണം എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഞാനൊരു ജയിലിലാണ് എന്ന് വിചാരിക്കുക. പക്ഷേ ജയിലിൽ കയറി എല്ലാ പ്രശ്നങ്ങൾക്കും എന്നെ എന്തിനൊക്കെയാണ് ശിക്ഷ, അതെല്ലാം കോംപ്രമൈസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജയിലിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ എന്തിനാണോ ശിക്ഷിച്ച് ആ പാപങ്ങളൊന്നും അല്ല എൻ്റെ പ്രശ്നം. ഇനി എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ള അടുത്ത സ്ലൈഡുകളിലേക്ക് നമുക്ക് കാണാം. അപ്പം അതിനു മുമ്പ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ഇനിയും നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന, പ്രലോഭനം ചെയ്യുന്ന, നമ്മളെ നുണ പറഞ്ഞുകൊണ്ട് നീ പാപിയാണ്, നിനക്ക് രക്ഷയില്ല, നീ പാപിയാണ്, നിനക്ക് ദേഷ്യം വരും, നീ എപ്പോഴും ദേഷ്യപ്പെടുന്നവനാണ്, നിനക്കൊരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനാണ് സാത്താൻ. അവനാണ് നമ്മെ പ്രലോഭിപ്പിച്ചത്, എല്ലാം പാപം ചെയ്യിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവതി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. യോഹന്നാൻ 12:31 പറയുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിലൂടെ സാത്താനെ പൂർണ്ണമായിട്ടും ഈശോ പരാജയപ്പെടുത്തി കഴിഞ്ഞാണ്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 14:30, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിൽ അവൻ എൻ്റെ മേൽ അധികാരമില്ല. കാരണം പാപത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ തോൽപ്പിക്കപ്പെട്ട, നമ്മൾ പ്രലോഭനത്തിൽ നമുക്ക് പർദീസായിൽ കിട്ടിയ എല്ലാ അവകാശങ്ങളും നമ്മൾ കൊണ്ടുപോയി സാത്താൻ അടിയറ വെച്ചതാണ്. എന്നാൽ ഈശോ ഒരു പാപം പോലും ചെയ്യാത്തതുകൊണ്ട് അവൻ ഒരിക്കലും സാത്താൻ ഒരു ദാനവും ഒരു അധികാരവും കൊടുത്തിട്ടില്ല. അവൻ ദൈവമാണ്. അവന് പൂർണ്ണമായ അധികാരവും അവൻ്റെ കയ്യിൽ തന്നെയാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ എന്താ നടക്കുന്നത്, ഭൂമിയിൽ നടക്കുന്ന കാര്യം, നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യം, അത് ഇത് അവരെ നോക്കാം, അവന് ഇഷ്ടമാണ്. പാകിസ്ഥാനിയെ നോക്കാം, അത് ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പാവം എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഇവൻ സമക്ഷത്തിൽ പോയിട്ട് ഇവൻ പറയും, ജോജോ ഇവിടെ കയറ്റാൻ പറ്റുകയില്ല കേട്ടോ, ദൈവമേ നീ ഭയങ്കര നീതിമാൻ ന്യായമൊക്കെയാണ്, അവൻ ചെയ്തിരിക്കുന്ന കൃത്യങ്ങളൊക്കെ കണ്ടോ, ഇത് വെച്ചിട്ട് അവനെ അങ്ങനെ കയറ്റാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് എന്നോടുള്ള അനന്തമായ സ്നേഹത്തിൽ അവിടെ കയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നീതിമാനായതുകൊണ്ട് ദൈവത്തിന് എനിക്ക് അവിടെ കയറ്റാൻ പറ്റുന്നില്ല. ആ സമയത്താണ് യേശു ക്രിസ്തു വന്നിട്ട് പൂർണ്ണമായിട്ട് ഇതിനെല്ലാം പരിഹാരം ചെയ്ത് എൻ്റെ തോളെ കൈയിട്ട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നു, വചനം റോമ 8:1 പറയുന്നു, ആകിയാൽ യേശു ക്രിസ്തുവായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതായത് എൻ്റെ പാപം എന്തൊക്കെയാണോ അതിനുള്ള എല്ലാ പരിഹാരവും യേശു ക്രിസ്തുവിലുണ്ട്. ഞാനുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പരിഹാരമില്ല. അങ്ങനെയാണ് ഈശോ നമുക്ക് മധ്യസ്ഥ വഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കരുണയുടെ ജപമാലയിലല്ലേ ഈശോയുടെ ആ പിടാസങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം എന്ന് പറയുക. ഒരു ദിവസം ഞാനിങ്ങനെ വിശുദ്ധ കുർബാന, വിശുദ്ധ ബലിയിൽ ആ കുർബാനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കുർബാന ഇങ്ങനെ എഴുന്നള്ളിക്കുമ്പം എൻ്റെ ഉള്ളിൽ ബോധ്യം വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാപത്തിൻ്റെ മുഴുവൻ പരിഹാരമാണല്ലോ ഈ വരുന്നത്. അതായത് ഞാൻ എന്തെല്ലാം കുറ്റബോധവും എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ബലിയിൽ പോയിട്ട് അർപ്പിക്കാൻ നിന്നെങ്കിലും എൻ്റെ പാപത്തിന് മുഴുവൻ പരിഹാരമാണല്ലോ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഈ പരിഹാരം പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പാപമില്ലാത്ത വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ വെളിപാട് 12:10 നമ്മൾ വീണ്ടും ആ സാത്താൻ പരാജയപ്പെട്ട വചനത്തിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ മുതൽ നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായി. അത് ദൈവരാജ്യം, അഭിഷിക്തനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം ആഗതമായിരിക്കുന്നു. എന്നാൽ നമ്മുടെ സഹോദരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു, അവനെ പരാജയപ്പെട്ടു, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു. ഇനി നമുക്ക് ദൈവസന്നിധിയിലുള്ളതൊരു മധ്യസ്ഥനായ യേശു ക്രിസ്തു മാത്രമാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. നമ്മൾ കണ്ട കാര്യം, നമ്മൾ പാപത്തിന് അടിമത്തത്തിൽ നിന്ന് അവൻ പാപപരിഹാരം ചെയ്തു എന്ന് നമ്മൾ കണ്ടു. നമ്മൾ സാത്താനെ അവൻ പരാജയപ്പെടുത്തുന്നത് കണ്ടു. ഇനി നമുക്ക് സൗജന്യമായ നീതീകരണവും രക്ഷയുമാണ്. അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. റോമ 3:24. ഈശോ തൻ്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനം വഴി, റോമ 3:24 നമ്മൾക്ക് നീതീകരണം എന്നുള്ള ടോപ്പിക്കിൽ അറിയാം, നമ്മളെ സൗജന്യമായിട്ട് നമ്മളെ നീതീകരിച്ചിരിക്കുകയാണ്.
ഞാൻ ഒത്തിരി പാപമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈശോ എന്നെ കുരിശിൽ മരിച്ച് അവൻ്റെ ജീവൻ നൽകി എനിക്ക് വേണ്ടി അവൻ ഉദ്ധാനം ചെയ്തുകൊണ്ട് എന്നെ സൗജന്യമായിട്ട് നീതീകരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിൻ്റെ നീതീകരണം സാധ്യമാക്കി. അതായത് മനുഷ്യൻ്റെ കുലത്തിന് മുഴുവനുള്ള പാപങ്ങൾ ചെയ്ത മനുഷ്യനും പാപങ്ങളും ഒരു സൈഡിൽ, ഈ പാപങ്ങളെല്ലാം ഏറ്റു പരിഹാരം ചെയ്ത യേശു ക്രിസ്തു മറു സൈഡിൽ അവൻ ഉത്ഥിതനായിട്ട് അതെല്ലാം, എല്ലാ പാപത്തിനും പരിഹാരം അവൻ്റെ സ്വന്തം ശരീരത്തിൽ ഉത്ഥിതമായി നിൽക്കുമ്പോൾ, ഈ ഇവനുമായിട്ട് ചേർന്ന് നിന്നും മനുഷ്യകുലം ചേർന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യകുലത്തിന് പൂർണ്ണമായ പാപത്തിനുള്ള പരിഹാരം ഈ ഐക്യത്തിൽ നമ്മൾ കാണുന്നു. ഇനി നമ്മൾ എങ്ങനെ അതിലേക്ക് അടുത്ത പിതാവിൻ്റെ അടുത്ത ബന്ധത്തിലേക്ക്, അതായത് നമ്മൾ പാപത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ബന്ധങ്ങളെല്ലാം പൊട്ടി അല്ലേ? പിതാവുമായിട്ടുള്ള ബന്ധം, നമ്മളുമായിട്ടുള്ള ബന്ധം, സഹജീവികളായിട്ടുള്ള ബന്ധം, എല്ലാവരുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ പോയി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്തു, അതിന് പരിഹാരമാക്കി, അവൻ ചെയ്യിപ്പിക്കുന്നതിനെ കീഴടക്കി. ഇനി നമുക്ക് ഈ ബന്ധം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി തൻ്റെ ശരീരമാകുന്ന തിരുശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഹെബ്രായർ 10:20. നമുക്കറിയാം, പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിനെയും പുറത്തെ സ്ഥലങ്ങളുമായിട്ട് ഈ വിരിയായിരുന്നു അല്ലേ? വിരിയിട്ടായിരുന്നു അത് മറച്ചിരുന്നത്. അപ്പോൾ പ്രവേശനമില്ലായിരുന്നു. നോർമൽ ഒരു മനുഷ്യൻ പ്രവേശനമില്ല. പ്രധാന പുരോഹിതന് മാത്രം, അത് വർഷത്തിലൊന്ന് മാത്രമുള്ള പ്രവേശനമുള്ള സ്ഥലം. എന്നാൽ ഈശോ കുരിശിൽ മരിച്ചോടെ ആ വിരി കീറിപ്പോയി. ആ വിരി കീറിപ്പോയി അവിടെ യേശു ക്രിസ്തു മധ്യസ്ഥനായി. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു നമ്മളെ ബന്ധം പൂർത്തീകരിക്കുകയാണ്. ആ ഒരു മധ്യസ്ഥൻ്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ രണ്ട് റൂമുകളുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. ഈ 2 റൂമിലും നടക്കുന്ന കാര്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എന്നാന്ന് ഞാൻ കാണിക്കുകയും ചെയ്തു, ക്ലൂവും കാണിച്ചു. ഈ 2 റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ആരാണ്? അല്ലെങ്കിൽ ഏത് വസ്തുവിനാണ് 2 റൂമിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക? ഇങ്ങേ റൂമിലിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങേ റൂമിലുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ, അങ്ങേ റൂമിലിരിക്കുന്ന അങ്ങേ കാര്യങ്ങളുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് 2 റൂമിൽ ഇരിക്കാവുന്നതാണ് വാതിൽ അല്ലേ? അപ്പോൾ സ്വർഗത്തിൽ പൂർണ്ണ ദൈവമായ യേശു ക്രിസ്തുവിന് സ്വർഗത്തിലെ കാര്യങ്ങളും പൂർണ്ണ മനുഷ്യനായ യേശു ക്രിസ്തുവിന് മനുഷ്യരുടെ കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യനും പിതാവായ ദൈവത്തിനും മനുഷ്യരുടെ ഇടയ്ക്കിൽ താൻ രക്ഷകനാണെന്ന് യേശുവിൻ്റെ സാക്ഷ്യത്തിൽ പറയുകയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ ജയിലിലിരിക്കുകയാണ്, ജയിലിൽ എന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ജയിലിലിരിക്കുകയാണ്. എന്നാൽ ആ ജയിലിൽ ഞാൻ അറിയാത്തൊരു സത്യമുണ്ട്. ഈ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു ജയിലിൻ്റെ വാതിലും തുറന്നു കിടക്കുകയാണ്. ഇനി ആ ജയിലിൻ്റെ വാതിലെന്ന് പറഞ്ഞാൽ ജയിലിൽ കാണുമ്പോൾ ആക്ച്വലി ഞാൻ കാണുന്ന വാതിലൊരു നുണയാണ്, അതൊരു ജസ്റ്റ് ഒരു പ്രൊജക്റ്റഡ് ഇമേജ് മാത്രമാണ്. ശരിക്കും അവിടെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ യേശു ക്രിസ്തു അതിൽ നിന്ന് രക്ഷിച്ച് എന്നെ കൈനീട്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പാപങ്ങളല്ല എൻ്റെ പ്രശ്നം. വീണ്ടും ഞാൻ എടുത്തു പറയാണ്, നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ പാപങ്ങളല്ല പ്രശ്നം. ജയിൽ മോചിതനായി ജയിലിലെ എല്ലാ പ്രശ്നങ്ങളും വിട്ട് ഇരിക്കുന്ന ഒരു ജയിലിൻ്റെ കോണർ ഇരിക്കുന്ന ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ എൻ്റെ പാപങ്ങളല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ ആ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് രഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൊളോസോസ് 1:20. അപ്പോൾ ഇത് പതുക്കെ എൻ്റെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു, എന്നെ വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് എന്നെ ബന്ധത്തിലേക്ക് സ്ഥാപിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിലൂടെ സ്വർഗവും ഭൂമിയിലുമുള്ള അനുരഞ്ജനവും സാധ്യമാക്കിയിട്ടുണ്ട്. ഈ അറിവോടെ കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എൻ്റെ പാപമല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു പഴയ ഒരു ഓഫീസിലുണ്ടായൊരു പ്രശ്നം, ആ പാപമൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ചെയ്തല്ലോ തമ്പുരാനെ, നിന്റെ തിരുരക്തം ഇങ്ങോട്ട് ഒഴുക്കണേ. തിരുരക്തം ഒഴുകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാപം തിരുരക്തം ഇങ്ങനെ ഒഴുക്കുന്നു, അതിനൊരു ഷെയിമോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ എന്നോട് പറയും, എടാ ഇങ്ങോട്ടൊന്ന് നോക്കടാ, എടാ ഞാൻ മുറിയുന്ന നോക്കടാ, എടാ എൻ്റെ ചോര ഞാൻ എന്തേരെ വേദന എടുക്കുന്നുണ്ട്, നിനക്ക് അവിടെ ചെറിയൊരു ക്ഷേമേ ഉള്ളൂ, ഞാൻ എന്തേരെ വേദനയുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്തേരെ വേദന ഉണ്ടെന്നല്ലടാ, ഞാൻ നിന്നെ എന്തേരെ സ്നേഹിക്കുന്നുണ്ടെന്ന് നോക്കടാ.
അപ്പൊ എനിക്ക് മനസ്സിലായി, അന്നേരമാണ് ശരിക്കും പഴയ കേട്ട ഒരു വചനം ഞാൻ ഓർക്കുന്നത്, സ്നേഹം സ്നേഹിക്കപ്പെടാത്തതാണ് ഇന്നത്തെ പ്രശ്നം. അത് ഫ്രാൻസിസ് അസീസി പറഞ്ഞാണ്, സ്നേഹമാകുന്ന യേശു ക്രിസ്തു സ്നേഹിക്കപ്പെടാത്തതാണ് ഇന്നത്തെ പ്രശ്നം, പാപമല്ല പ്രശ്നം. അപ്പം നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു, എന്നാൽ നമ്മൾ ആ സത്യം അറിഞ്ഞ് ആ രക്ഷകന്റെ രക്ഷ സ്വീകരിക്കാത്തതാണ് എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നം. അതിലേക്ക് നമ്മൾ വീണ്ടും അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അത് ഒരു നുണ മാത്രമാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. കൊളോസോസ് 1:13. അതായത് നമ്മുടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് നമ്മളെ ആനയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ യേശുവിലൂടെ ദൈവം മനുഷ്യകുലത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാതെ നമുക്ക് ആ രക്ഷയുടെ അനുഭവം ലഭിക്കില്ല. അപ്പം അത് എങ്ങനെ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടും? എങ്ങനെ നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും? അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ സത്യം അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തായി 28:18, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തിന്മയ്ക്കോ സാത്താനോ നമ്മുടെ പാപങ്ങൾക്കൊന്നും നമ്മുടെ മേൽ അധികാരമില്ല. മറിച്ച് ആ ആദ്യത്തെ സ്ലൈഡിൽ കൊണ്ടുപോലെ പൂർണ്ണമായി വില കൊണ്ട് തന്നെ വാങ്ങിയ എൻ്റെ ഉടമസ്ഥനായ എൻ്റെ കർത്താവായ ദൈവത്തിനാണ് എന്നിൽ അധികാരമുള്ളത്. ഭൂമിയിലുള്ള എല്ലാ അധികാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ, എൻ്റെ പാപാവസ്ഥ ഉൾപ്പെടെ എനിക്ക് എന്തിനെക്കുറിച്ച് കൺസേൺസ് ഉണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള കർത്താവ് യേശുവാണ്. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. റോമ 14:9. അപ്പോൾ അവൻ മരിച്ചത് പുനർജീവിച്ച് എൻ്റെ കർത്താവാകാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ കർത്താവാകാൻ വേണ്ടിയിട്ട്. അവൻ എൻ്റെ കർത്താവാകുന്നിടം വരെ അവൻ എന്നെ വിട്ടുകൊടുക്കില്ല. ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ അനുതാപിച്ച് ഈശോയുടെ കുരിശിൽ നിന്ന് ഇങ്ങനെ രക്ഷ സ്വീകരിച്ച, എനിക്ക് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ഞാൻ താമസിച്ചുള്ള മിസ്സിയോടെ കോഴ്സ് കൂടി. അന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ രക്ഷ ശരിക്കും എൻ്റെ ഉള്ളിലേക്ക് ആ ദൈവത്തിൻ്റെ ഒരു ബോധ്യമായിട്ട് എനിക്ക് കിട്ടിയത് അന്നാണ്. അപ്പോൾ അതിനുശേഷം എങ്ങനെ ഓരോ പാവം എടുത്തിട്ട് എങ്ങനെ അനുദപിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പിടികിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ പല പ്രാവശ്യമായപ്പോൾ ഈശോയുടെ അവസാനം, തമ്പുരാനെ ഇത് വലിയ ബുദ്ധിമുട്ടാണ്, കുറേ പാവങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, നിൻ്റെ ഈ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, തമ്പുരാനെ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. ഞാൻ ഇങ്ങനെ പാവമൊക്കെ ചെയ്ത് പോക്കോളാം, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കുരിശം ഭരിച്ച് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ പാപം ചെയ്യുക എന്നുള്ളത് നിൻ്റെ സ്വാതന്ത്ര്യം, അത് എനിക്ക് കൈകടത്താൻ പറ്റില്ല. പക്ഷേ നിന്നേക്കു വേണ്ടി ഓരോ പാപത്തിനും മരിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യം, അത് എനിക്ക് നിന്നോടുള്ള സ്നേഹം, അത് നിനക്ക് കൈകടത്താൻ പറ്റില്ല. അത് പറഞ്ഞോടെ കോംപ്രമൈസായി. ഇനി അടുത്തതായിട്ട് ഈശോ പീഡാസഹനങ്ങൾ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുത്തിട്ട് അവൻ അഭിഷിക്തനായ മിശിഹ ആകുന്നു. ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കരേറി മഹത്വീകരിക്കപ്പെട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി അവൻ അങ്ങനെ അഭിഷക്തനാകുന്നു. അവൻ മിശിഹയാകുന്നു, അവൻ ഇമ്മാനുവേലാകുന്നു. അതായത് പൂർണ്ണമായിട്ട് ഏത് സമയവും നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തി. അപ്പോൾ അവൻ്റെ പീഡാസഹന കുരിശുമരണം വഴി അവൻ മരിക്കുന്നു, അവൻ ഉയർക്കുന്നു, മഹത്വീകരിക്കപ്പെടുന്നു. അവൻ അങ്ങനെ നമ്മുടെ രക്ഷകനാകുന്നു, നമ്മുടെ കർത്താവാകുന്നു, പൂർണ്ണമായി ഉടമസ്ഥനാകുന്നു, നമ്മുടെ മിശിഹായാകുന്നു. അങ്ങനെ ഒരു രക്ഷകനെ നമ്മൾ ഒരാളിൽ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ രക്ഷകൻ ഇമ്മാനുവലായിട്ട് അവനുള്ളിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ കർത്താവ് ഈശോ മിശിഹ എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഇമ്മാനുവലിനെ കണ്ടിട്ടാണ് നമ്മൾ സ്തുതിയിലേക്ക് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന സംക്ഷിപ്തം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാപങ്ങളല്ല എൻ്റെ പ്രശ്നം, എൻ്റെ പാപങ്ങൾക്ക് ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞു. ഇനി അവനാകുന്ന രക്ഷ, അവനാകുന്ന എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും എൻ്റെ എല്ലാ അസുഖങ്ങളുടെയും ആൻറ്റിഡോട്ടായിട്ടുള്ള എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം, മറ്റാരിലും രക്ഷയിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോലന്മാർ 4:12 പറയുന്നു. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇന്നു വരെയുള്ള ചരിത്രം അറിയാം. യേശുവിനെ പോലെ പാപമില്ലാതെ യേശുവിനെ പോലെ വന്ന് കുരിശിൽ മരിച്ച് രക്ഷിച്ച ഒരു വ്യക്തി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. യേശു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരാളുണ്ടാകുമോ?
ഇനി ഒരാൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ദൈവം പൂർണ്ണമായിട്ട് ലോകത്തിന് പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി വരുന്ന എല്ലാവരുടെയും പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു ചെയ്തത് കൊണ്ട് ഇനി ലോകത്തിൽ അങ്ങനെ ഒരാളെ അനുവദിക്കേണ്ട കാര്യം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആൾ നമ്മുടെ രക്ഷകനായിട്ട് വരികയില്ല. അതുകൊണ്ട് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം ഒരിക്കലും നൽകപ്പെടില്ല, യേശു നാമം മാത്രം. അപ്പം ഇത് മുഴുവൻ ഈ സത്യം നമ്മൾ അറിഞ്ഞ്, ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് ഈ സത്യം നമ്മൾ അറിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. 1 തിമോത്തി 2:4. അപ്പോൾ സത്യം നമ്മൾ അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം ഈശോ കുരിശിൽ മരിക്കാൻ പോകുന്നെന്നോ അല്ലെങ്കിൽ ഈശോ നമ്മളെ രക്ഷിക്കണമേ എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ച് കഴിഞ്ഞതാണ്. ഈ രക്ഷ ഞാൻ എങ്ങനെ അനുഭവിക്കണം? ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളപ്പോൾ ഈ രക്ഷകന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട്, തമ്പുരാനെ, ഈ രക്ഷകൻ്റെ എങ്ങനെ ഞാൻ ഈ രക്ഷയെ അനുവദിക്കണം, രക്ഷ ഞാൻ എങ്ങനെ അനുഭവിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയിലായിരിക്കാം. ഈ രക്ഷ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായുള്ള ക്ലാസ്സിൽ കൂടെ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നതിന് മുമ്പായിട്ട് ഇമ്മാനുവേലിനെ നോക്കി പറഞ്ഞോട്ടെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സഭാത്മക പഠനങ്ങളെ ആസ്പദമാക്കി, വചനങ്ങളെ അടിസ്ഥാനമാക്കി ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ സ്ലൈഡ് പ്രസന്റേഷൻ നടത്തിയ ജോജോ ചേട്ടന് നന്ദി. അനൗൺസ്മെന്റ്സ്. മിസിയോ പ്രിലിംസ് ബാച്ച് 18ന്റെ മെയിൻ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഇതുവരെ സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലീറ്റസ് പോളുമായി 9037201651 9037201651 ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സബ് ഗ്രൂപ്പ് ഉണ്ടാവേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 9061954230 എന്ന നമ്പറിലോ 7012574557 7012574757 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 2 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9526038446 9526038446 എന്ന നമ്പറിലോ 8921853500 8921853500 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തിത്തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന എല്ലാ ലേഖനങ്ങളും
എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. ബിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. വൈൻഡപ്പ് സെഷനായി നമ്മുടെ പ്രിയങ്കരിയായ ആലീസ് ആന്റിയെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you, Joyce. Thank you very much. നമുക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇന്ന് കിട്ടിയില്ലേ? ജോൺസിന്റെ പ്രൊക്ലമേഷനും ശരണ്യയുടെ ടെസ്റ്റിമണിയും ജോജോയുടെ പ്രസന്റേഷനും എല്ലാവരും അവരുടെ ടെസ്റ്റിമണിയും ഒക്കെ ചേർത്തിട്ട് ഭംഗിയായിട്ട് ഇന്നത്തെ വിഷയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആക്കുകയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ ആദ്യത്തെ കണ്ട് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹം അങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ആ സ്നേഹത്തിന്റെ ലൈനിൽ നിന്ന് മാറി നിൽക്കുന്നത് കാരണം, പാപാവസ്ഥ കിടക്കുന്നത് കാരണം ആകെപ്പാടെ നമ്മൾ ബോണ്ടേജ് കിടക്കുക, അതുപോലെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ നമുക്ക് ഓരോ എക്സർസൈസും പറഞ്ഞായിരുന്നില്ലേ? നമുക്ക് അകൽച്ചയുള്ള എല്ലാവരോടും സ്നേഹിച്ച് ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് വന്ന് നമ്മൾ എവിടെയൊക്കെ ആകെപ്പാടെ നിസ്സഹായരായിട്ട് കെട്ടുപെട്ട് കിടക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടെത്താനൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ കേട്ടത് ഈശോ മിശിഹ ജനിച്ചപ്പോ തന്നെ പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി കർത്താവായ യേശു ക്രിസ്തു രക്ഷകനും കർത്താവും മിശിഹായുമായവൻ ഇതാ പിറന്നിരിക്കുന്നെന്ന്. ശരിക്ക് അവസരത്തിനോട് പേരിടാൻ പറഞ്ഞ കാര്യം എല്ലാം നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഈശോ ഇത് അനൗൺസ് ചെയ്തുകൊണ്ട് വരുന്നതൊക്കെ നമുക്കറിയാം. ലേശയ്യാറൂത്തൊന്ന് വായിച്ചിട്ട് ലൂക്കാ 4 പറയുന്നുണ്ടല്ലോ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ഭാഗം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കുക ഈ തിരുവെഴുത്ത് നിറവേറിയെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളെ കാത്തിരുന്ന രക്ഷകൻ ഞാനാണെന്നും എല്ലാം കഴിഞ്ഞിട്ട് കുരിശിൽ മരിക്കുന്ന നേരത്തെ ഈശോ പറഞ്ഞു എല്ലാം പൂർത്തിയായി. സമ്പൂർണ്ണ മനുഷ്യന്റെ സാകല്യ വിമോചനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും, നിസ്സഹായതയിൽ നിന്നും, പാപത്തിൽ നിന്നും എല്ലാം ആ പൂർണ്ണ മനുഷ്യൻ രോഗവും പാപങ്ങളും നിസ്സഹായതകളെല്ലാം സാകല്യമായിട്ടുള്ള ഒരു പൂർണ്ണ മനുഷ്യന്റെ സാകല്യ വിമോചനവും, അതേസമയം മനുഷ്യന്റെ മാത്രമല്ല, മനുഷ്യവംശത്തിന്റെ മാത്രമല്ല, സർവസൃഷ്ടികളോടും ഇത് പറയാനാ പറഞ്ഞത്. മനുഷ്യവംശം മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവനും 2000 കൊല്ലം മുമ്പ് ഈശോ വീണ്ടെടുത്തു എന്നുള്ള ആ വലിയ സത്യം നമുക്കറിയാമല്ലേ. കൊർന്നേലിയൂസിന്റെ വീട്ടിൽ വെച്ച് പത്രോസ്ലിയെ പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലേ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10 പറയുന്നുണ്ടല്ലോ. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എല്ലാരും വിജാതീയരാ, ചേതനാചാരമോ യഹൂദരായതോ ഒന്നുമല്ല. പക്ഷെ പത്രോസ്ലിഹ ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് വസിച്ചത്രേ, അല്ലേ? ഈ ഒരു സത്യം നമ്മളങ്ങോട്ട് കേൾക്കുമ്പോഴ് ശരിക്കും അതിന്റെ ഫലം നമ്മളത് എത്ര ആത്മാർത്ഥതയോടെ കേൾക്കുന്നോ അത്രയും നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. ഇന്ന് തന്നെ നമുക്കൊക്കെ നേരത്തെ മുതൽ ഉള്ളതാണ്. അതിന്റെ ആഴങ്ങള് ഈ ഒരാഴ്ച നമ്മള് അനുഭവിച്ചറിയുന്ന ആഴ്ചയാണ്. അടുത്ത ആഴ്ചയാണ് ജോജയൊക്കെ പറഞ്ഞല്ലോ, ജോൺസിനൊക്കെ പറഞ്ഞു, അതായത് വരുന്നേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ ഇത് മുഴുവൻ നമ്മുടേതാക്കാമെന്നുള്ളത് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഈ ഒരാഴ്ച കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മളാരും ഇനി അടിമത്തത്തിലല്ല. ഇന്ന് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോ അതിനകത്ത് വായിച്ചൊരു കാര്യമാണ്. അതായത് ഒരു മനുഷ്യനെ വിദേശത്തും കണ്ട ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാല് ജയിലർ പൂട്ടി ഇങ്ങോട്ട് ഇറങ്ങുന്ന പറയാ ഇയാള് താഴും തുറന്നോണ്ട് പുറകെ വരുമത്രേ. ഒരു തരത്തിലും ഇയാളെ ജയിലിനകത്ത് ഇടാൻ പറ്റില്ല. അപ്പൊ കുറെ ഇങ്ങനെ മടുത്തു കഴിഞ്ഞപ്പോ ഒരു ജയിലർ വന്നിട്ട് ഇയാളെ അകത്താക്കി വെച്ച് പോയി. അത് കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് തുറന്നിറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അത് പൂട്ടിയിട്ടില്ല. ഇയാള് പൂട്ട് തുറന്നാ ഇറങ്ങുന്നത്. ഇത് പൂട്ടാതെ ആ മനുഷ്യൻ പോയത്. ഇയാള് പൂട്ടാൻ കിടന്നുകൊണ്ട് കളിക്കുക.
പൂട്ട് തുറക്കാൻ പറ്റാത്തത് കാരണം, പൂട്ടിയിട്ടില്ലാത്ത കാരണം ജയിൽ തുറക്കാൻ അയാൾക്ക് അറിയത്തില്ലെന്ന് പറയാ. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു ഇത് നമ്മുടെ ഗതികേടാ. കർത്താവ് 2000 കൊല്ലം മുമ്പേ നമ്മളെ തുറന്നു വിട്ടതാ. എല്ലാം പൂർണ്ണമായിട്ട് നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാ. പക്ഷെ ഇതെങ്ങനെയാ ഇത് പുറത്ത് കിടക്കുക എന്നുള്ളത് എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ ഈശോ സ്വതന്ത്രരാക്കാത്ത അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര വിലയെ പറഞ്ഞല്ലേ. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും ഇന്ന് വരെ ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല, ഞാൻ ഇനി നാളെ കഴിഞ്ഞും മരിക്കുന്നവരെ ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്കും പരിഹാരം ചെയ്തതാ. എന്റെ മാത്രമല്ല, ലോകം മുഴുവൻ അവസാനം ജനിക്കാനിരിക്കുന്ന അവസാനം ചെയ്യാനിരിക്കുന്ന പാപത്തിന് പോലും 2000 കൊല്ലം ഈശ്വമിച്ചിയ പരിഹാരം ചെയ്തു കഴിഞ്ഞെന്നുള്ള ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ ഇരിപ്പിരിക്കുക, ഉള്ളി ചാടി കൂവി വിളിച്ച് എല്ലാവരുടെയും കഥയും പറഞ്ഞു പോവുകയല്ലേ. ഇതൊന്ന് നമുക്ക് നല്ല ആഴത്തിൽ മനസ്സിലാക്കിയാലേ ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊന്ന് നമുക്ക് അങ്ങ് ഈ ആഴ്ചത്തെ നമ്മുടെ വചനവും ഓരോ ദിവസമുള്ള വേർഡ് ഓഫ് ദ ഡേ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ റിപ്രൊഡക്ഷനും ഇതെല്ലാം ശരിക്ക് ഇന്നത്തെ ഇത് ഇപ്പൊ കേട്ടവരും കേൾക്കാത്തവരും എല്ലാം യൂട്യൂബിൽ ഒരു പ്രാവശ്യം കൂടെ. ഞാനാണെ 97 തുടങ്ങിയ പരിപാടിയാ. ഇപ്പോഴും ഇതിങ്ങോട്ട് രോമത്തിലിട്ട ഓട്ടം ഞാനത് മുഴുവൻ നിന്ന് കേൾക്കും. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അത് ഓരോരുത്തരും മാറി മാറിയല്ലേ പറയുന്നത്. അതിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി ഫലം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വല്ലവർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തോ, കേട്ടോട്ടെ നീ. എന്നിട്ട് പിന്നെ അടുത്ത ബാച്ചിലേക്ക് അവരെ ചേർക്കുകയും ചെയ്യാം. ഏതായാലും 2000 കൊല്ലം മുമ്പ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചുയർത്തത് വഴി നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി പാപത്തിന്റെ ഫലമായി വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളിൽ നമ്മളെ മോചിപ്പിച്ച് തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ള ആ വലിയൊരു സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ ഈ ആഴ്ച അനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം അതിനുള്ള അവസരമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ആമേൻ. തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമുക്ക് പ്രചോദനമായ ആന്റിയുടെ വാക്കുകൾക്ക് നന്ദി. സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി റെവറൻ ഫാദർ ജോമോൻ അത്താഴത്തുപാടത്തിനെ ക്ഷണിക്കുന്നു. ജോമോനച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ എന്തോ കാര്യത്തിൽ സ്റ്റക്കായി പോയെന്ന് തോന്നുന്നു. വന്നിട്ടില്ല കേട്ടോ. ചേട്ടാ, നമ്മുടെ ഇന്നത്തെ ഗ്രൂപ്പിൽ വല്ല അച്ഛന്മാരും ഉണ്ടോ ആവോ? ഇല്ലെങ്കിൽ പോട്ടെ, അച്ഛന്മാരാരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക. എന്നാ വേഗം ഇവര് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഇത് തരും. ഇല്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം അല്ലേ? മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ നമുക്ക് രക്ഷയ്ക്കായി ഒരേ ഒരു നാമം മാത്രം, യേശു ക്രിസ്തു. യേശുവിനെ രക്ഷകനായി നമുക്ക് സ്വീകരിക്കാം. ഈ ആഴ്ച അതിനായി നമുക്കൊരുങ്ങാം. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറയുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുടെ ഒരു ഗാനത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സമാപന ഗാനത്തിനായി ഏറെ സ്നേഹത്തോടെ കാർമലി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. നന്ദി ദൈവമേ, നന്മകൾക്കു 100 100 നന്ദി ദൈവമേ. നന്ദി ദൈവമേ, നന്മകൾക്ക് 100 100 നന്ദി ദൈവമേ. വാഴ്ത്താം നിത്യമാ സ്നേഹമേ, സത്യസാരമേ, സ്നേഹസ്വർഗതാരമേ. നന്ദി ദൈവമേ, നന്മകൾക്ക് 100 100 നന്ദി ദൈവമേ. നന്മയാൽ ജീവിതം നവ്യമായി മാറ്റി നീ, തിന്മതൻ പാതയിൽ നിന്നുമെന്നെ നീക്കി നീ. നിത്യജീവനേകിടുന്ന ജീവന്റെ മാർഗമേ, നിത്യജീവനേകിടുന്ന ജീവന്റെ മാർഗമേ. വാ വാ യേശുവേ, വാ വാ എന്നാഥനെ, വാ വാ യേശുവേ, വാ വാ എന്നാഥനെ. നന്ദി ദൈവമേ,
നന്മകൾക്ക് നൂറു നൂറു നന്ദി ദൈവമേ.